ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയോൺ മേയർ രചന നിർവഹിച്ച് ബയൻ ഡേവിസിന്റെ സംവിധാനത്തിൽ വന്ന സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ഹണ്ടിങ് എമ്മ. ചിത്രത്തിന്റെ കഥയിലേക്ക് വന്നാൽ കാമുകനുമായിട്ട് വഴക്കിട്ടിട്ട് വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ നായിക. വയലൻസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ കൂടിയാണ് നമ്മുടെ നായിക. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയ സംഭവത്തിന് അവൾ ദൃക്സാക്ഷിയാവുകയാണ്. ഒരു വിജനമായ സ്ഥലത്തൂടെയാണ് അവളുടെ വീട്ടിലേക്കുള്ള യാത്ര. എന്നാൽ അവൾ പോകുന്നതിന് മുമ്പ് ആ വഴിയിൽ കൂടെ കുറച്ച് പേരും കൂടെ മുമ്പേ പോയിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ കുറച്ച് ലഹരി വസ്തുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ ഇവരെ തടയുകയും എന്താണ് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ആ ചോദ്യം കഴിഞ്ഞപാട് പോലീസിനടുത്ത് വണ്ടിയിലിടുകയും പോലീസിനെയും കൊണ്ട് ഒരു ഉൾപ്രദേശത്തേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഉൾപ്രദേശത്തെത്തി ആ പോലീസുകാരനെ അവിടെ വെച്ച് കൊല്ലാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അതിനായിട്ട് പീറ്റ് എന്നൊരു ചെറുപ്പക്കാരനെയാണ് അവർ നിയോഗിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അവൻ്റെ ഒരു ഭയം കൊണ്ടാണ്. അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു പണിക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലെ ഭയം പ്രകടമായപ്പോഴാണ് പോലീസുകാരന് സംശയമുണ്ടായതും എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് തന്നെ ആ പോലീസുകാരനെ കൊല്ലിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ നായിക അതുവഴി എത്തുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ അവളുടെ കാറിന് ചെറിയൊരു കംപ്ലൈന്റ് പറ്റുന്നു. അങ്ങനെ കാറിന്റെ പ്രശ്നങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഒരു കുപ്പിയായിട്ട് മെല്ലെ നമ്മുടെ നായിക അവരുടെ അടുത്തേക്ക് നീങ്ങുന്നു. ഒരു പോലീസ് ഓഫീസറെ കൊല്ലാനായിട്ട് 6 പേര് ശ്രമിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ വെടി പൊട്ടുന്നു. അവളുടെ കയ്യിൽ ഇരുന്ന് കുപ്പി താഴെ വീഴുന്നു, പൊട്ടുന്നു. അവളെ കാണുന്നു. പ്രധാന വില്ലൻ പറയുന്നു അവളെ പിടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ബാക്കി 5 പേരും അവളെ പിടിക്കാനായിട്ട് ഓടുകയാണ്. അങ്ങനെ അവളെ പിടിക്കുന്നു. പിന്നീടുള്ള സംഭവങ്ങളാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. എന്നാൽ അവളുടെ വരവും കാത്ത് അവളുടെ വീട്ടിൽ അവളുടെ അച്ഛൻ കാത്തിരിപ്പുണ്ടായിരുന്നു. വിജനമായ പ്രദേശത്തെത്തിയപ്പോൾ അവൾ അച്ഛനെ വിളിച്ചൊരു സിഗ്നൽ കൊടുത്തിരുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ അതിന് മുമ്പ് എത്തിയേക്കാമെന്ന്. എന്നാൽ അച്ഛൻ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് സമയം പോയപ്പോൾ അച്ഛൻ തന്നെ മനസ്സിലായി എന്തോ അപകടത്തിൽ തൻ്റെ മകൾ പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ അച്ഛനും കാറെടുത്ത് ഇറങ്ങുകയാണ് മകളെ അന്വേഷിച്ച്. അച്ഛൻ മകൾക്ക് ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ലോകം നമ്മൾ കാണുന്നത് പോലെ അല്ല എന്ന്. അങ്ങനെ ആ 6 പേരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എമ്മയുടെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അവളെ തേടി ഇറങ്ങുന്ന അച്ഛൻ്റെയും കൂടെ കഥ. ഒരുപക്ഷെ ഈ ഒരു പ്ലോട്ട് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതായിരിക്കും. അവയിൽ നിന്നും എന്താണ് ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചാൽ ചിത്രത്തിന്റെ അവതരണമാണ് എന്ന് തന്നെ പറയാം. ഒരു സ്ലോ പേസ്ഡ് ത്രില്ലറാണ് ചിത്രം. ആംബിയൻ സൗണ്ടാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആ ഒരു ത്രില്ലിംഗ് ഫാക്ടർ തുടങ്ങണമെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതിനുശേഷമാണ് ചിത്രം മെല്ലെ ചിത്രത്തിൻ്റെ തനതായ കഥയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം എല്ലാവർക്കും തയ്ക്കണമെന്നില്ല. നമ്മുടെ മൂഡ് പോലെ ഇരിക്കും ഈ ചിത്രം നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഒരു ത്രില്ലർ ചിത്രം കാണാൻ വേണ്ടി ഇരുന്നാൽ ശരിക്കും ചിത്രം നിങ്ങളെ നിരാശരാക്കും. നമുക്കിഷ്ടം പോലെ ടൈമുണ്ട്, ഒരു ചിത്രം കണ്ടു നോക്കാമെന്ന തരത്തിൽ കാണുകയാണെങ്കിൽ ഏറെക്കുറെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്നാൽ ഈ ഒരു കഥ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ പ്രത്യേകിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇതൊരു അടിപൊളി മാസ് ആക്ഷൻ ചിത്രത്തിനുള്ള പ്ലോട്ട് തന്നെയാണ്. ഗായയിലൊക്കെ കണ്ടതുപോലെ അല്ലെങ്കിൽ വേണ്ട, ആ ഒരു സസ്പെൻസ് പൊളിക്കുന്നില്ല. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.